എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനൊരു യഥാർത്ഥ വിശ്വാസിയുണ്ടല്ലോ, അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അവൻ അറിഞ്ഞിരിക്കണം. അള്ളാഹുവാരാണ്, അള്ളാഹുവിന്റെ കാരുണ്യം എന്താണ് ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കണം. ഈമാനുള്ളവൻ, വിശ്വാസമുള്ളവൻ, അള്ളാഹുവിൽ കൊണ്ട് വിശ്വസിക്കുന്നവൻ, മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്നവന് അവൻ അള്ളാഹുവിന്റെ കരുണയെക്കുറിച്ച് അവൻ അറിഞ്ഞിരിക്കണം. അവൻ നിരാശപ്പെടാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എത്ര വലിയ പ്രയാസമാകട്ടെ, എത്ര വലിയ ഭയാനകമായ രോഗമാകട്ടെ, എന്തൊക്കെ സംഭവിച്ചാലും നിരാശ നമ്മുടെ ജീവിതത്തിൽ വേണ്ട, നിരാശ നമ്മുടെ ജീവിതത്തിൽ വേണ്ട. നമ്മുടെ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിരാശയാർക്കം നിറയുമോ, നിരാശയാർക്കം നിറയുമോ, വിശ്വാസിക്ക് നിരാശയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വല്ലദീന കഫറൂ ബിആയാതില്ലാഹി വലിഖാഇഹി ഉലൈക യഅസൂന മിർ റഹ്മതി വഉലൈക ലഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അത് സത്യനിഷേധികളുടെ സ്വഭാവമാ നിരാശ ജീവിതത്തിൽ വെക്കല്, ജീവിതത്തിൽ നിരാശ വെക്കല്. അത് മുഅ്മിനിന്റെ അടയാളമല്ല, അത് ഈമാനുള്ളവന്റെ അടയാളമല്ല, അത് അല്ലാഹുവിൽ വിശ്വസിക്കുന്നവന്റെ അടയാളമല്ല, മരണവും പരലോകവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവന്റെ അടയാളമല്ല. ജീവിതത്തിൽ നിരാശയുണ്ടാകുന്നത്, അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന് അകന്നു പോകുന്നത്, ആശ അറ്റുപോകുന്നത്, അത് സത്യനിഷേധിയുടെ, അത് സത്യനിഷേധിയുടെ അല്ലാഹുവിനെ മറന്നു നടക്കുന്നവന്റെ ഗുണമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ വഅദ് കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, രോഗങ്ങളില്ലാത്തവരില്ല, കടങ്ങളില്ലാത്തവരില്ല, ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാത്തവരില്ല. ഒന്നിനു പുറകെ ഒന്നൊന്നായി എന്തെങ്കിലും ജീവിതത്തിൽ പ്രയാസമുള്ളവരാ. ഒരിക്കലും അല്ലാഹുവിനെ കുറ്റം പറയരുത്, ഒരിക്കലും അല്ലാഹുവിനെ കുറ്റപ്പെടുത്തരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാൽ, എത്ര ഭയാനകമായ പ്രതിസന്ധി വന്നാൽ നിങ്ങൾ നിരാശരാകല്ലേ. വിവാഹം കഴിഞ്ഞ് 10 വർഷം 15 വർഷമായിട്ട് മക്കളില്ലാതെ കണ്ണുനീര് കുടിക്കുന്ന പെങ്ങള്, പടച്ചവരെ, ഒരുപാട് പേരുണ്ടല്ലോ 20 വർഷം 25 വർഷമായിട്ട് മക്കളില്ലാത്തവർ. പടച്ചവനെ, അവർ പറയുന്ന മറുപടി എന്തെന്നറിയുമോ? എല്ലാ മരുന്നുകളും കഴിച്ചു, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, പച്ചമരുന്ന് കഴിച്ചു, എല്ലാ മരുന്നുകളും കഴിച്ചവർ പറയുന്നത് എന്തെന്നറിയുമോ? പ്രായമായില്ലേ, ഇനി മക്കളുണ്ടാകില്ലല്ലോ. ജീവിതത്തിൽ നിരാശയാ, ജീവിതത്തിൽ നിരാശയാ. മക്കളില്ലാത്ത ദാമ്പത്യ ജീവിതം നയിക്കുന്നവർ, മക്കളില്ലാത്ത എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിരാശ വരരുത്, നിരാശ വരരുത്. നിരാശ വന്നാൽ അല്ലാഹുവിന്റെ സഹായം അവിടെ നിന്ന് നഷ്ടപ്പെടുകയാ. ജീവിതത്തിൽ നിരാശ വന്നാൽ ഒരു മുസ്ലിമിന് നിരാശ പാടില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു മുസ്ലിമിന് നിരാശ ജീവിതത്തിൽ പാടുണ്ടോ? പാടില്ല. എന്തിനാ നമ്മൾ നിരാശപ്പെടേണ്ടത്? നമ്മൾ എന്തിനാ നിരാശപ്പെടേണ്ടത്? ഏതെങ്കിലും ഒരെണ്ണം പറ. നമ്മൾ എന്തിനാ ജീവിതത്തിൽ ലക്ഷങ്ങളുടെ കടം വന്ന നിരാശപ്പെടണോ? ആര് മാറ്റിത്തരും കടം? നിനക്ക് ജോലിയില്ലെങ്കിലും, നിനക്ക് കച്ചവടമില്ലെങ്കിലും, നിനക്ക് കുടുംബ സ്വത്തില്ലെങ്കിലും നിന്റെ കാര്യം അല്ലാഹു നോക്കാമെന്ന് അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കല്യാണം കഴിച്ചു, 10 കൊല്ലമായി, 15 കൊല്ലമായി, എല്ലാ മരുന്നും കഴിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഹോസ്പിറ്റലുകൾ മുഴുവനും കയറിയിറങ്ങി. എല്ലാവരും പറയും അവിടെ ഒരു ഡോക്ടറുണ്ട്, ചങ്ങനാശ്ശേരിയിലുണ്ട്, അടൂരുണ്ട്, കാസർഗോഡുണ്ട്, എല്ലായിടത്തും പോയി ചികിത്സിച്ചു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കൊടുങ്ങല്ലൂരുണ്ട്, പച്ചമരുന്നുണ്ട്, അതുണ്ട്, ഇതുണ്ട്. അവിടെ നടന്നു, ഹോമിയോ നോക്കി, എല്ലാം നോക്കി.
അവസാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പം അവർക്ക് തന്നെ മനസ്സിലറിയാം ഇനി മരുന്നൊന്നും കഴിച്ചിട്ട് കാര്യമില്ല, ഇനി മക്കളൊന്നും ഉണ്ടാകില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. ആദ്യം ജീവിതത്തിൽ മക്കളില്ലാത്തവർക്ക് വേണ്ട ഒന്നാമത്തെ പാട് ജീവിതത്തിൽ നിന്ന് നിരാശ മാറണം. നിരാശ പാടില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് നിരാശ പാടില്ല. അത് അള്ളാഹുവിനെ വിശ്വസിക്കാത്തവൻ്റെ അടയാളം, അവൻ്റെ ഗുണമാണെന്ന് അള്ളാഹിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദെ, ഒരുപാട് കൊല്ലമായി ഉസ്താദെ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, സർവ്വ ജോലിയും ചെയ്തു, വീടില്ല, വാടക വീട്ടില്ല. അള്ളാഹ് തരും, അള്ളാഹു വീട് തരും. ഇന്നല്ലെങ്കിൽ നാളെ ജോലിയില്ലേ, അള്ളാഹു തരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചിന്തിക്കും, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസത്തിൻ്റെ നടുവിലാണെങ്കിലും, ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അള്ളാഹ് അന്നം തരുന്നില്ലേ നമുക്ക്? പട്ടിണി ഇടുന്നില്ലല്ലോ. നമ്മുടെ എത്ര പേരാ പട്ടിണി കിടക്കുന്ന? കൊറോണ വന്നിട്ട് എത്രയോ ദിവസം ജോലിക്ക് പോയില്ല, പട്ടിണി കിടന്ന് എത്ര പേരാ ഉള്ള ഈ കൂട്ടത്തിൽ? എന്താ നാസറണ്ണെ, എന്താ വയറിങ്ങിൻ്റെ മോനെ, പമ്പിങ്ങും വയറൊക്കെ എന്താ സജീവൻ, എന്താ നിങ്ങൾ സജീവൻ? ഷാജിക്ക എത്രയാക്കാ? പായിപ്പാട് കിടന്നിട്ട് മൂന്നാറി വരെ പോയില്ലേ നിങ്ങൾ? എടാ, ജോലി ഉണ്ടോ ഇല്ലേ എന്നല്ല, കടയിൽ കച്ചവടം ഉണ്ടോ ഇല്ലേ എന്നല്ല, അള്ളാഹു നമുക്ക് റിസ്ക് തരുന്നുണ്ട്. റബ്ബ് നമ്മളെ പട്ടിണിക്കിടുന്നില്ല. നമ്മൾ എന്തിനാ പേടിക്കണേ? അതുകൊണ്ട് ജീവിതത്തിൽ നിരാശ പാടില്ല. ഈമാനുള്ളവൻ നിരാശ അവൻ്റെ ജീവിതത്തിലില്ല. ഈമാൻ ഇല്ലാത്തവനാണ് നിരാശ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും നിരാശ ജീവിതത്തിൽ പാടില്ല. അതുകൊണ്ട് നാം പഠിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ജീവിതത്തിൽ നിരാശ പാടില്ല. അത് അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവർ, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവർക്ക് അവരുടെ സ്വഭാവമാണ്, അവരുടെ അടയാളമായിട്ടാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നത്. മഹാനായ ശൈഖ് ഇബ്നു ഖുദൈം റഹ്മഹുല്ലാ പറയുകയാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശ വെക്കൽ വൻപാപങ്ങളിൽ പെട്ടതാ. ഇനി പടച്ചറബ് നമ്മളെ സഹായിക്കില്ലല്ലോ, അള്ളാഹു കൈവിട്ടല്ലോ എന്ന് പറയുന്നവരെ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇനിയെങ്കിലും ഒരു ഇൽമു പഠിച്ചോ, ഇനിയെങ്കിലും ഒരു അറിവ് പഠിച്ചോ. ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ നിരാശ വെക്കരുത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ വിട്ടുപോകരുത്. അള്ളാഹു ഗഫൂറാ, അള്ളാഹു റഹീമാ. സൂറത്തുൽ ഫാത്തിഹ എടുത്തു നോക്ക്. അർ-റഹ്മാനിർ റഹീം. അല്ലാഹു കരുണയുള്ളവനാണെന്ന് ഖുർആൻ അവിടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന് ആശ മുറിഞ്ഞു പോകൽ, അല്ലാഹുവേ, അത് സത്യനിഷേധികളുടെ സ്വഭാവമാ. രണ്ട്, ചെറിയ പാപമല്ല, അത് വൻപാപങ്ങളിൽ പെട്ടതാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നിരാശ എന്ന് പറയുന്നത് അത് വൻപാപങ്ങളിൽ പെട്ടതാ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരിക്കലും അല്ലാഹുവിൻ്റെ വിഷയത്തിൽ ആശ മുറിഞ്ഞു പോകരുത്. ഒരു വഴി അടഞ്ഞാൽ അടുത്ത വഴി തുറക്കും. അപ്പോൾ ചോദിക്കൂ, ഉസ്താദെ, ഞാൻ പോകണ വഴിയെല്ലാം അടയ്ക്കട്ടെ, എന്നെങ്കിലും ഒരിക്കൽ തുറക്കും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കമുണ്ടോ? ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റ. അള്ളാഹിൻ്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, എല്ലാ പ്രയാസങ്ങൾക്കപ്പുറവും നമുക്കൊരു സന്തോഷമുണ്ട്. അള്ളാഹു നമുക്ക് സന്തോഷം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഒരിക്കലും എന്ത് പാടില്ല, നിരാശ എന്ന് പറഞ്ഞാൽ എന്താ ഉസ്താദെ? ഒരു ഫ്രൂട്ട്സ് കട തുടങ്ങി, പായിപ്പാട് എത്രയോ പേർക്ക് ഫ്രൂട്ട്സ് കടയുണ്ട്, ഞാൻ മാത്രം ഇങ്ങനെ കച്ചവടം ഇല്ലെന്ന് പാടുണ്ടോ? ഇല്ല. ബേക്കറി ആണെങ്കിലും എന്ത് കടയാണെങ്കിലും, മുരളിമാരക്കട്ട, എന്ത് ചെരുപ്പ് കട, ചെരുപ്പ് കടക്കാരിപ്പോൾ ഉണ്ട്. പിന്നെ സജീവണ്ണ ഓട്ടോ കോട്ടയ്ക്ക് വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇപ്പം നിങ്ങൾ അവിടെ ഇരിക്കുക. അപ്പം ഇവിടെ വന്നിരുന്നൂടെ? അള്ളാഹു തന്നതാണ് ഒരു പള്ളിയുടെ വൈസ് പ്രസിഡൻ്റായിട്ടിരിക്കാനുള്ള അർഹത. അപ്പം അവിടെ പോയിരിക്കണം നല്ലതല്ല. കയറി വന്ന് ഇവിടെ നിങ്ങളുടെ ഉത്തരവാദിത്തം കയറിക്ക് ഇനി പള്ളി കെട്ടാവുള്ളതാ. ബാ ഷാ അല്ലാ, അൽഹംദുലില്ലാ, അവിടെ കയറി ഇങ്ങോട്ട് വാ ഷാ. പറഞ്ഞപ്പോൾ കസേരയൊക്കെ ഇവിടെ ഉണ്ട്, കയറിക്കോ ഇൻഷാ അല്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എല്ലാവരും പഴയതുപോലെ തന്നെ എന്താ പുതിയ കമ്മിറ്റി കയറിയില്ലേ? പുതിയ കമ്മിറ്റിക്കാരൊക്കെ ഇൻഷാ അല്ലാ, അൽഹംദുലില്ലാ.
ഞാൻ ഇല്ലായിരുന്നു, സത്യപ്രതിജ്ഞ ഞാൻ ഇല്ലാതെ പോയി. ഇൻഷാ അല്ലാഹ് ശരി, നല്ല രീതിയിൽ പരിപാലിക്കാൻ. നാളെ പരിചയപ്പെടുത്തലുണ്ടാവില്ലേ ജുമായ്ക്ക്? നാളെ ഉണ്ടാവണം എല്ലാം കേട്ടോ ഇൻഷാ അല്ലാഹ്. കമ്മിറ്റിക്കാരൊക്കെ വൈസ് ഷാജി തന്നെ നാളെ ജുമായ്ക്ക് ഉണ്ടാകണം എല്ലാവരും ഇൻഷാ അല്ലാഹ്. ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് പുതിയ കമ്മിറ്റി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നോണം ഇൻഷാ അല്ലാഹ്. നാട്ടുകാരൊക്കെ ഒന്ന് കാണണം. അൽഹംദുലില്ലാഹ് വെള്ളിയാഴ്ചയാണ് സത്യത്തിൽ പ്രതിജ്ഞ ചെയ്യേണ്ടത് ജുമാ കഴിഞ്ഞിട്ട്. പിന്നെ നിങ്ങളത് നേരത്തെ നിങ്ങളുടെ നിയമാവലിയും മറ്റുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ്, ഈ വെള്ളിയാഴ്ച നാളെ ജുമായ്ക്ക് എല്ലാവരും ഇവിടെ ഉണ്ടാകണം. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉണ്ടാകണ്ടേ ഇൻഷാ അല്ലാഹ്. എല്ലാം നടപ്പിലാക്കുമല്ലോ, പിന്നെ ഇവിടെ പോകാനാ? നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ ഇവിടെയൊക്കെ തന്നെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ നാളെ എല്ലാവരും ജുമായ്ക്ക് ഉണ്ട്. എന്താ ശരിയാണ് വേണ്ടേ? ഇൻഷാ അല്ലാഹ് ജുമായ്ക്ക് എല്ലാവരും ഒന്ന് കാണണം, ഒന്ന് മുട്ടിടിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹുടെ പള്ളി പരിപാലിക്കാൻ കയറുവാണ്, ഞാൻ നോക്കിക്കൊള്ളാം ഇൻഷാ അല്ലാഹ്. എല്ലാത്തിനെയും വിളിച്ചു കേട്ടോ, പറയണേ. ഞാൻ ഇല്ലെങ്കിൽ നാളെ പൊക്കും, വിളിച്ചോണം. ഞാൻ ചോദിക്കും സെക്രട്ടറി എവിടെ, പ്രസിഡന്റ് എവിടെ എന്നൊക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നാട്ടുകാരുടെ മുന്നിലാണ്, നോക്കിയോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒക്കെ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ബുദ്ധിമുട്ടേണ്ടതാ. ഇവിടെയൊക്കെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അൽഹംദുലില്ലാഹ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും. പള്ളിയുടെ എല്ലാ പരിപാലനം ഞാൻ നോക്കിക്കൊള്ളാം. ഏത് കാര്യത്തിനും ഏത് രാത്രിയിൽ ഞാൻ റെഡി. പള്ളിയുടെ കാര്യമാണ്, കബറ് വെട്ടണം, ഞാൻ വരാം ഇൻഷാ അല്ലാഹ്. എന്ത് കാര്യത്തിനും അൽഹംദുലില്ലാഹ് ഉണ്ടാകണം. നാളെ എല്ലാവരും ജുമായ്ക്ക് ഉണ്ടാകണം അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ ജുമാ നിസ്കരിക്കാൻ വരണ്ടേ? ഇവിടെ പായിപ്പാട് പള്ളി മുസ്ലിം ജമാഅത്തിൻ്റെ പരിപാലന സമിതിയിലെ ഇവ ഉണ്ടോയെന്നറിയണ്ടേ ജുമാ നിസ്കരിക്കുക ഇവിടെ? അതല്ലേ ഇന്നമാ യഉമുറു മസാജിദ് അല്ലാഹ് അല്ലേ മൻ ആമന ബില്ലാ വൽ യൗമിൽ ആഖിർ എന്താ വഖാമുസ്സലാ. എന്താ പറഞ്ഞേ? നിസ്കാരം. അപ്പം ഈ പള്ളിയിലുള്ളവൻ ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ ജുമാ നിസ്കരിക്കാൻ. വെള്ളിയാഴ്ച ദിവസമെങ്കിലും ജുമാ നിസ്കരിക്കാൻ ഇവിടെ ഉണ്ടോ എന്ന് അറിയണം. അപ്പം അൽഹംദുലില്ലാഹ് നാളെ അറിയാം ആരൊക്കെ ഉണ്ടെന്ന് ഇൻഷാ അല്ലാഹ്. അല്ലാഹു നൽകുമാറാകട്ടെ. നാളെ അറിയാം ഒന്നാമത്തെ ജുമായ്ക്ക് തന്നെ ഉണ്ടോ എന്നുള്ളത് നാളെ അറിയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വേറൊന്നും പറഞ്ഞല്ല കേട്ടോ, അവരൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. ശരി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിൽ പ്രതീക്ഷ വെക്ക്. റബ്ബ് നമ്മളെ കൈവിടൂല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ ഉറപ്പുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പറയാ, എൻ്റെ സ്വന്തം ജീവിതം കൊണ്ട് ഞാൻ പറയുകയാ, അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച റബ്ബ് കൈവിടൂല. ഒരിക്കലും അല്ലാഹു കൈവിടില്ല. ആ പടച്ച റബ്ബിൽ നിനക്ക് പ്രതീക്ഷയുണ്ടോ? വല്ലാഹി സത്യം, റബ്ബ് നമ്മളെ ഒരിക്കലും കൈവിടൂല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിരാശപ്പെട്ടാലോ പോയി. നിരാശപ്പെട്ട പിന്നെ പോയി റബ്ബിന്റെ സഹായം പിന്നെ ഇല്ല. പിന്നെ എത്ര നിലവിളിച്ചിട്ടും കാര്യമില്ല. പിന്നെ അള്ളാഹ് ഇത്തിരി കുടിപ്പിക്കും. ആ അള്ളാഹുവിലുള്ള ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. പിന്നെ അള്ളാഹ് ഇങ്ങനെ ഒന്ന് വിട്ടിട്ടേ വിടും. ഒന്നിങ്ങനെ വിടും. ഒന്ന് നല്ലതുപോലെ ഒന്ന് നമ്മളെ കുളിപ്പിക്കും. നല്ലതുപോലെ ഒന്ന് പ്രയാസപ്പെടുത്തും. ഒന്ന് കുടഞ്ഞു നോക്കിയിട്ടേ അള്ളാഹു നമ്മളെ സഹായിക്കൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന് ഭയവും വേണം, അള്ളാഹുവിൽ പ്രതീക്ഷയും വേണം. ഒരാളുടെ ജീവിതത്തിൽ ഭയം കടന്നു വന്നാൽ തിന്മകൾ ചെയ്യുന്നതിൽ നിന്ന് അവൻ അകലാൻ കഴിയും. തിന്മകൾ ചെയ്യുന്നതിൽ നിന്ന് അകലാൻ കഴിയും. ഒരാൾ അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളിലേക്ക് അടുക്കും. അല്ലാതെ മറ്റുള്ളവയെ ഭയന്നു കഴിഞ്ഞാൽ ഓടുന്നത് പോലെയല്ല. അള്ളാഹുവിനെ ഭയക്കും തോറും ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നിരാശ പാടില്ല. അള്ളാഹു കരുണയുള്ളവനാ. എത്ര വലിയ പാപിക്കും അള്ളാഹു പുറത്തു കൊടുക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിർക്ക് ചെയ്തവൻ അള്ളാഹു പുറത്തു കൊടുക്കില്ല. ഖുർആൻ പറയുന്നുണ്ട്, വൻപാപത്തിൽ പെട്ടതാണ് അള്ളാഹുവിനെ പങ്കു ചേർക്കുക, അള്ളാഹുവിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണുക. ഈ ശിർക്ക് ചെയ്യുന്നത് വൻപാപമാ. എന്നിട്ടോ അള്ളാഹ് പറഞ്ഞെന്തെന്നറിയോ? ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഞാൻ പുറത്തു കൊടുക്കും. അതാ അള്ളാഹിൻ്റെ കാരുണ്യമത. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, ഒരു യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുദ്ധം നടക്കുന്ന അവസ്ഥ പറയണ്ട. ലാത്തിചാർജൊക്കെ നടക്കുമ്പോൾ തന്നെ പോലീസ് വരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ റോഡിൽ കൂടി നിൽക്കുക. പോലീസ് വരുന്നെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ കാണാറുണ്ടോ? മാസ്കും ഇല്ല, ഒന്നുമില്ല, ഓടുക വരുന്നെന്ന് പറയുമ്പോഴേ. അപ്പോൾ ഒരു യുദ്ധക്കളം നിങ്ങൾ ചിന്തിക്ക്. ഒരു യുദ്ധക്കളത്തിൽ യുദ്ധം നടക്കുമ്പോൾ ഒരു പ്രിയപ്പെട്ട മാതാവ് തൻ്റെ കുഞ്ഞിനെ തെരഞ്ഞ് നടക്കുക. തൻ്റെ കുട്ടിയെ കാണുന്നില്ല. നിലവിളിച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ തെരഞ്ഞുകൊണ്ടൊരു മാതാവ് ഇങ്ങനെ നടക്കുകയാ.
ആ രംഗം കാണുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ആ കുഞ്ഞിനെ നിങ്ങൾ തിരഞ്ഞെടുക്ക്, ആ മാതാവ് തൻ്റെ കുഞ്ഞിനെ തിരഞ്ഞു നടക്കുന്നു, നിങ്ങൾ കണ്ടുപിടിക്ക്. അവസാനം സ്വഹാബികൾ ആ കുഞ്ഞിനെ പൊക്കി എവിടുന്നോ ആ കുഞ്ഞിനെ കെട്ടി തൻ്റെ മാതാവിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോൾ തൻ്റെ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് സന്തോഷം കൊണ്ട് തൻ്റെ മകനെ സ്നേഹിക്കുന്ന ഒരു ഉമ്മയെ കണ്ടു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രംഗം കണ്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബികളോട് ചോദിച്ചു, സ്വഹാബ, ആ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞാൽ ആ ഉമ്മ വലിച്ചെറിയുമോ? കാണാതെ പോയ തൻ്റെ മകനെ കിട്ടിയ സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ചോരക്കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞാൽ ആ ഉമ്മ വലിച്ചെറിയുമോ? സ്വഹാബികൾ പറഞ്ഞു, ഒരിക്കലും കഴിയില്ല നബിയെ, ഒരിക്കലും കഴിയില്ല. കാരണം ആ ഉമ്മ കാത്തിരുന്ന് നൊന്ത് പ്രസവിച്ച മകനെ നഷ്ടപ്പെട്ടു പോയി. ആ മകനെ കണ്ടു കിട്ടിയ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ തീയിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞാൽ എങ്ങനെയാ? ആ സമയത്താണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, അല്ലാഹുവിന്റെ അടിമകളെ, ജീവിതത്തിൽ പാപം ചെയ്തവരുണ്ടല്ലോ, അല്ലാഹുവിനെ മതിമറന്ന് നടന്നവരുണ്ടല്ലോ, അഹങ്കാരികളെ പോലെ ധിക്കാരികളെ പോലെ നടന്നവരുണ്ടല്ലോ, ഇങ്ങനെ നടന്നവര് നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയാൻ പറയുമ്പോ അല്ലാഹുവിന്റെ മനസ്സതുപോലെ വേദനിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് നമ്മൾ അത്രയും വലിയ സ്നേഹമാണ്. കരഞ്ഞാ റബ്ബിന് സഹിക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ കണ്ണ് നിറഞ്ഞാൽ ഉമ്മയ്ക്ക് വേദനിക്കണമെന്നില്ല, വാപ്പയ്ക്ക് വേദനിക്കണമെന്നില്ല, ഭാര്യയ്ക്ക് വേദനിക്കണമെന്നില്ല, കൂടപ്പറപ്പുകൾക്ക് വേദനിക്കണമെന്നില്ല, സ്വന്തം മക്കൾക്ക് വേദനിക്കണമെന്നില്ല. പക്ഷേ പടച്ച റബ്ബിന് സഹിക്കൂല. അല്ലാഹുവിന്റെ അടിമകളുടെ കണ്ണ് നിറയുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഇല്ലാ യളമൽ ജസാ മാ യളമൽ ബലാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത്. ഏതറ്റം പോയാൽ തകർന്ന് തരിപ്പണമാകാൻ പോയാൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. ഒറ്റ നിമിഷം കൊണ്ട് പടച്ചവനെ, ക്യാൻസറാണ്, ട്യൂമറാണ്, ഡോക്ടറെ പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോക്കോ, രക്ഷപ്പെടുകയില്ല. അറിയിക്കേണ്ടവരെ മുഴുവനും അറിയിച്ചോ, ഇനി ഒരു മരുന്നുകളുമില്ല എന്ന് പറഞ്ഞ ഡോക്ടർമാർ എഴുതി തള്ളിയ എത്രയോ പേര് ആഫിയത്തോടെ നടക്കുന്നത് കണ്ടിട്ടില്ലേ? പടച്ചവരെ, മരിച്ചു പോകുമെന്ന് പറഞ്ഞവർ ജീവിതത്തിൽ ഒരിക്കലും അറിയിക്കാൻ 1 മാസം 3 ദിവസം 24 മണിക്കൂർ ഒരു മനുഷ്യന് ഡോക്ടർ കൊടുത്ത ആയുസാണ്. 24 മണിക്കൂറിനുള്ളിൽ ഈ മനുഷ്യൻ മരണപ്പെടുമെന്ന് പറഞ്ഞു പോയി എത്രയോ പേര് റബ്ബേ ഇന്ന് ആഫിയത്തോടുകൂടി നടക്കുന്നുണ്ട്. അവസാനം അത്ഭുതത്തോടെ ഡോക്ടർമാർ പറഞ്ഞു, ഇത് അത്ഭുതമാ. ഡോക്ടർമാര് പറഞ്ഞു, ഇനി മരുന്നൊന്നും ഇല്ല, അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചോ. 24 മണിക്കൂർ ഇത്ര പറഞ്ഞത്. എത്രയോ പേര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞത്? ഇത് ദൈവത്തിന്റെ അത്ഭുതം. അപ്പൊ ആരുണ്ട്? അള്ളയുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവ് റഫീഖ് ഉസ്താദ്, ഇവർക്കൊക്കെ അറിയാം, വെന്റിലേറ്ററില്ല, കൊല്ലം മെഡിസിറ്റിയിൽ. ഡോക്ടർമാർ എന്നെ എഴുതി തള്ളി തീർന്നെന്ന്. 48 മണിക്കൂർ പറഞ്ഞ ആളാ ഇപ്പോഴും വീട്ടിൽ ആഫിയത്തോടെ ഇരിപ്പുണ്ട്. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എത്രയോ പേർ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ അറിയാം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു ചിലപ്പോൾ നമ്മളെ ഒന്ന് വേദനിപ്പിക്കും, ഒന്ന് വിടും, എവിടെ വരെ പോകും, അവസാനം അള്ളാഹു നമ്മളെ രക്ഷിക്കും. അതുകൊണ്ട് നിരാശ വൻപാപമാ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു പുറത്തിരുമാറാകട്ടെ. 2, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയക്കുക. നമുക്ക് പേടിയുണ്ടാകണം, അള്ളാഹുവിനെ കുറിച്ച് പേടിയുണ്ടാകണം.
അല്ലാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് നമുക്ക് പേടിയുണ്ടാവണം. അതുപോലെ തന്നെ അവന് ഗഫൂറാ, അവന് പുറത്തു തരുന്നവനാണെന്നുള്ള വിശ്വാസവും നിനക്കുണ്ടാകണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു നമ്മളെ നരകത്തിലിടും. കണ്ടുകുടിക്കുന്നവന്, വ്യഭിചരിക്കുന്നവന്, പലിശ തിന്നുന്നവന്, അഹങ്കരിക്കുന്നവന്, നിസ്കരിക്കാത്തവന്, ഖുർആൻ ഓതാത്തവന് അല്ലാഹു നരകത്തിലിടുമെന്നുള്ള പേടി ഒരു മുസ്ലിമിനുണ്ടാകണം. അതുപോലെ തന്നെ അവനൊരു പേടി മാത്രമല്ല, അവനൊരു വിശ്വാസമുണ്ടാകണമല്ല. കണ്ടുകുടിച്ചവൻ അല്ലാഹുവിനോട് തൗബ ചെയ്താൽ അല്ലാഹുവിനോട്, അല്ലാഹുവിന്റെ ശിക്ഷയോട് നമുക്ക് പേടിയുണ്ടാകണം. കള്ളു കുടിച്ച ശിക്ഷിക്കും, കഞ്ചാവടിച്ച ശിക്ഷിക്കും, പലിശ കച്ചവടം നടത്തിയ ശിക്ഷിക്കും, നിസ്കരിക്കാതെ നടന്ന ശിക്ഷിക്കും. അപ്പൊ അല്ലാഹു ശിക്ഷിക്കുമെന്നുള്ള പേടി ഉണ്ടാകണം. പേടി മാത്രം പോരാ. ഇന്ന് 2 ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു, ഉസ്താദെ കള്ളു കുടിക്കത്തില്ല എന്ന് ഞാൻ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങി, രണ്ടാമതും കുടിച്ചു, അല്ലാഹ് പുറത്തു തരുമോ? ഞാൻ പറഞ്ഞു പുറത്തു തരും. പിന്നെയും പിന്നെയും പുറത്തു തരും, പിന്നെയും പുറത്തു തരും. അതന്നെ അല്ലാഹ്. അതാ മനസ്സിലാക്കേണ്ടത്. പയ്യൻ്റെ അടുത്ത് ചോദിക്കും, ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദ് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അല്ലാഹ് എനിക്ക് പുറത്തു തരും, പക്ഷെ രണ്ടാമതും പോയി കുടിച്ചു, പിന്നെ അല്ലാഹ് എനിക്ക് പുറത്തു തരും. എടാ നീ 100 വട്ടം കുടിച്ചാലും അല്ലാഹ് പുറത്തു തരും. അതാ അല്ലാഹ്. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പള്ളിയുടെ സാജിയണ്ണൻ്റെ വീട്ടിൽ പോയി, സജീക്കാടെ വീട്ടിൽ പോയിട്ട് ഞാൻ ഒരു വട്ടം പൈസ ചോദിച്ചു, ഉസ്താദാ പള്ളിയിലെ ഉസ്താദ് ഇത്തിരി പൈസ വേണം, അള്ളാഹു അങ്ങനെ അവസ്ഥ വരുത്താതിരിക്കുമാറാകട്ടെ. ചോദിച്ചു, തരും. രണ്ടാമതും പോയി, അപ്പം ആദ്യത്തെ അത്ര സ്നേഹമൊന്നുമില്ല. പിന്നെയും പോയി, അങ്ങനെ പിന്നെ അങ്ങോട്ട് ചോദിക്കും തോറും അകലം കൂടുക. ഒരു മനുഷ്യൻ അങ്ങനെയാണല്ലോ, ചോദിക്കും തോറും അകലം കൂടും. പക്ഷേ ഒരാൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിന് സ്നേഹം കൂടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കും, റബ്ബേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, അല്ലാഹ് എനിക്ക് തെറ്റുപറ്റി. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിനർത്ഥം ചില ബിരുദന്മാർ ചിന്തിക്കും, അപ്പം അടിച്ചിട്ട് റബ്ബിനോട് പശ്ചാത്തപിച്ച അല്ലാഹ് പൊറുക്കും, പിന്നെ അടിക്കാൻ കുഴപ്പമില്ല, പിന്നെ അടിക്കാൻ കുഴപ്പമില്ല. ആരെ പണ്ട് പറഞ്ഞു, നമ്മളിങ്ങനെ റോഡിലൂടെ നടന്നു വരുമ്പോൾ ഒരു പെൺകുട്ടി നടന്നു വരുന്നു, സ്വാഭാവികമായിട്ട് ഇങ്ങനെ നോക്കൂലേ? ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് പടച്ചവനെ ഒരു പെണ്ണ്, അല്ലാഹുവേ. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഒന്നാമത്തെ നോട്ടം കുഴപ്പമില്ലാതെ. റോഡിലൂടെ നടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കണ്ണു നോക്കിയപ്പോൾ ഒരു താത്തായി കണ്ടു, എഴുന്നള്ളത്തിന് വരുന്ന പോലെ വരുന്നു പടച്ചവനെ. അപ്പം അങ്ങനെ നോക്കിപ്പോയി, സ്വാഭാവികം. അപ്പോൾ ഉടനെ എന്ത് ചെയ്യണം? കണ്ണിന് താഴ്ത്തണം. അപ്പോൾ ഒന്നാമത്തെ നോട്ടം അനുവദനീയമാണെന്ന് കരുതിയിട്ട് ഇങ്ങനെ ബസ്സിൽ കയറുന്നവരെ അൽഹംദുലില്ലാഹ് എടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുക, ആ പരിപാടി പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പശ്ചാത്തപിക്കുന്ന സമയത്ത് ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്നുള്ള ആ ഒരു തീരുമാനം, അതിനാ തൗബ എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. തൗബ എന്താ? ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് മടങ്ങില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഉണ്ടാകണം. അത് ഷർത്താണ് തൗബയുടെ. പിന്നെ പെട്ടുപോയാൽ അതാ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ 2 കാര്യങ്ങൾ. രണ്ടാമത്തെ വിഷയം, അള്ളാഹുവിൻ്റെ അദാബിനെ നീ ഭയക്കണം. അതുപോലെ അള്ളാഹു പുറത്തും തരുന്നവനാണെന്നുള്ള ബോധവും നിനക്കുണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാ 99 മനുഷ്യനെ കൊന്നിട്ട് പോയി ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നു, എനിക്ക് അല്ലാഹ് പുറത്തിരുവോ? ഇല്ലടാ, എന്നാ നീയും പോട്ടെ. അങ്ങനെ ആവരുത്. അതാ വിഷയം. രണ്ടാമത് 100 തികച്ചിട്ട് പോകുമ്പോഴാ പറഞ്ഞത്, ഇല്ല, നീ എത്ര ചെയ്താലും അള്ളാഹു നിനക്ക് പുറത്തു തരും. അപ്പം അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും വേണം, അള്ളാഹു പുറത്തു തരുന്നവനാണെന്നുള്ള വിശ്വാസവും വേണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആൻ പറയാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുമ്പോൾ, അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുന്നു, വഅൻ അദാബി ഹുവൽ അദാബുൽ അലീം. അല്ലാഹുവിന്റെ പ്രവാചകനോട്, മുത്തുനബിയോട് അല്ലാഹു പറയുന്നു, നബിയേ, എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്ക്, ഞാൻ പൊറുക്കുന്നവനാണെന്ന്, ഞാൻ പാപം ചെയ്തവന് പുറത്തു കൊടുക്കുന്നവനാണെന്ന് പറഞ്ഞു കൊടുക്ക് നബിയേ. അല്ലാഹു അവിടെന്ന് പറയുകയാണ്. എന്നിട്ട് പടച്ച റബ്ബ് അവസാനം പറയുകയാ, വേദനയേറിയ ശിക്ഷയെന്നും എനിക്ക് അതാ, ഇന്ന അദാബി, വലിയ ശിക്ഷയും ഉണ്ടെന്നവന് പറഞ്ഞു കൊടുക്കാൻ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു പാപങ്ങൾ പുറത്തു തരുന്നവനാ. ആ
പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ വേണം. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാം. ഒരു പഴഞ്ചൊല്ല, എന്തായാലും നനഞ്ഞു, ഇനിയിപ്പോ കുളിച്ചു കയറാം. അള്ളാഹു കാക്കുമാറാകട്ടെ. അങ്ങനാണോ? എന്തായാലും നാണം കെട്ടു, കുടിയനാണെന്ന് വീട്ടുകാർ, ഞാൻ വീടി വലിക്കുമെന്ന് വാപ്പായി പറഞ്ഞു, ഉമ്മായി പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു. ഇനിയിപ്പോൾ വലിച്ചാലെന്ത്, വലിച്ചില്ലെന്ത്. അങ്ങനല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങ്. അള്ളാഹു നിനക്ക് പുറത്തു തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഗാഫിറുദ് ദംബി വകാബിലുത് തൗബി ശദീദുൽ ഇഖാബ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, പാപം പൊറുക്കുവാനും പശ്ചാത്താപം സ്വീകരിക്കുവാനും കഠിനമായി ശിക്ഷിക്കുവാനും അള്ളാഹുവിന് കഴിവുണ്ടെന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതുകൊണ്ട് പടച്ചവന് പാപങ്ങൾ പൊറുക്കുന്നവനാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആ പാപങ്ങൾ പൊറുക്കുന്നവനാ. അതുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങാതെ വീണ്ടും നീ തോന്നിവാസിയെ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ഓർമ്മപ്പെടുത്തുമ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ അദാബിനെ പേടിക്കണേ, നിങ്ങൾ അല്ലാഹുവിന്റെ അദാബിനെ പേടിക്കണേ. അതുപോലെ തന്നെ പടച്ച റബ്ബ് പാപങ്ങൾ പൊറുക്കുന്നവനാണെന്ന് നിങ്ങൾ വിശ്വസിക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവേ, ജീവിതത്തിൽ പാപങ്ങൾ ഇങ്ങനെ അധികരിപ്പിച്ചുകൊണ്ട് നടക്കലല്ല, കള്ള കുടിച്ചു കൊണ്ടിരിക്കുന്നവന് സ്ഥിരമായി കുടിക്കലല്ല, വ്യഭിചരിക്കുന്നവൻ അങ്ങനെ, പലിശ തിന്നുന്നവൻ അങ്ങനെ, നിസ്കാരം മുടക്കി നടക്കുന്നവൻ അങ്ങനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അങ്ങനാകാൻ പാടില്ല. ദിവസങ്ങൾ കഴിയും തോറും ആയുസ് ഇങ്ങനെ പൊടിഞ്ഞു പോവുകയാണ്. നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അസ്റായിലിനെ കണ്ടുമുട്ടാനുള്ള സമയം ഇങ്ങനെ അതിക്രമിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മാറ്റം വരട്ടെ. പടച്ചവനെ, 30 35 40 45 50 55 എന്നിട്ടും നന്നാകാൻ തോന്നുന്നില്ലല്ലോ, ഒന്ന് നന്നാകണമെന്ന് തോന്നുന്നില്ലല്ലോ. പടച്ചവനെ, എത്രയോ പ്രായം കുറഞ്ഞവരുടെ മയ്യത്ത് നിസ്കരിച്ച വാപ്പാ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കണ്ട പെങ്ങള്, ഒരു രോഗവുമില്ലാത്തവർ പെട്ടെന്ന് വീണ് മരിച്ചു പോകുന്നത് കാണുകയാ. കൂടെ പഠിച്ചവരൊക്കെ എവിടെ പോയി? പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിലാണ്. നിന്റെ ജ്യേഷ്ഠനെവിടെ? നിന്റെ അനുജനെവിടെ? നിന്റെ ജ്യേഷ്ഠനെവിടെ? നിന്റെ അനുജനെവിടെ? പടച്ചവനെ, രണ്ടുപേരും പള്ളിപ്പറമ്പിലാണ്. എന്തിനാ മനുഷ്യ, നിന്നെക്കാളും പ്രായം കുറഞ്ഞ മകൻ ഖബറിനകത്ത്, വാപ്പ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ വാപ്പായിക്ക് നന്നാകാൻ തോന്നുന്നില്ലല്ലോ. അതുകൊണ്ട് സഹോദരാ, നന്നായിക്കോ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. രണ്ട് കൈയും ഉയർത്തിയിട്ട് പടച്ച റബ്ബിനോടല്ലാ, എനിക്ക് പുറത്തുതാ അല്ലാ എന്ന് ചോദിക്കാ സമയം കിട്ടണമെന്നില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ഇരിക്കുന്നതിൽ പലരും 50 കഴിഞ്ഞവരാ, 50 വയസ്സ് കഴിഞ്ഞവർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മുത്തുനബി പറയുന്നു, അല്ലാഹുവേ, എല്ലാ ദിവസവും പ്രഭാതമാകുമ്പോ ആകാശത്തൊരു മലക്കിറങ്ങി വരികയാണ്, ആകാശത്ത് മലക്കിറങ്ങി വരികയാണ്. എന്നിട്ട് 50 വയസ്സ് കഴിഞ്ഞവനോട് മലക്കുകൾ വിളിച്ചു പറയുന്നതെന്നറിയുവോ? മനുഷ്യ, ജീവിച്ചിരിക്കുന്നവന്റെ കൂട്ടത്തിൽ നിന്നെ എണ്ണല്ലേ. 50 വയസ്സ് കഴിഞ്ഞവര്, 50 വയസ്സ് കഴിഞ്ഞവര് അല്ലാഹുവിന്റെ മലക്ക് വിളിച്ചു പറയുകയാ, ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നെ എണ്ണല്ലേ. സമയം കഴിഞ്ഞു മനുഷ്യ, നീ
മരിക്കേണ്ട സമയം കഴിഞ്ഞു. അല്ലാഹു നിനക്കൽപ്പം അവസരം തന്നിരിക്കുകയാ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നെ എണ്ണരുത്. പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കുന്ന മയ്യത്തുകളുണ്ടല്ലോ, ഈ പള്ളിയുടെ ചുറ്റുപാട് കിടക്കുന്ന ഖബറാളികളുണ്ടല്ലോ, ആ ഖബറിൽ കിടക്കുന്നവന്റെ കൂട്ടത്തില് നിന്നെ എണ്ണാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും കൈ പൊക്കിക്കുക. 50-ന് മുകളിൽ പ്രായമുള്ളവർ സജിയാണ്. അല്ലാഹു അക്ബർ. എത്ര പേരുണ്ട് നോക്കട്ടെ? 1 2 3 4 5 6 7 8 9. 9 പേര്. നിങ്ങളുടെ എങ്ങനെ കൂട്ടണം? വീട് വെക്കാൻ നടക്കരുത്, പൈസ ഉണ്ടാക്കാൻ നടക്കരുത്, അടിച്ചു പൊളിക്കാൻ നടക്കരുത്. നിങ്ങൾ എങ്ങനെ എണ്ണണം? പറ. ഞാൻ പറയല്ല. എല്ലാ ദിവസവും രാവിലെ ഷാജിക്കായെ വിളിച്ചിട്ട് മലക്ക് പറയാ, ഷാജിയണ്ണേ ഖബറിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണിയാ മതി കേട്ടോ എന്ന് ഖബറാളി നിങ്ങളോട് മലക്ക് വിളിച്ചു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനർത്ഥം കൊല വിളഞ്ഞു നിൽക്കുക, എപ്പോൾ വേണമെങ്കിലും വെട്ടാ. അതാ പടുത്ത് പാകമായി നിൽക്കുക വാഴക്കൊല, എപ്പോഴെങ്കിലും വെട്ടിക്കൂടെ? ഇതേ അവസ്ഥയാണ് നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണരുത്. ഇത് പറയുമ്പോൾ 50 ആകാത്തവൻ ആഗ്രഹിക്കുക എൻ്റെ കാര്യമില്ലെന്ന്. ആരാ പറഞ്ഞേ? 50 ആകാത്തവൻ വിചാരിക്കുന്ന പ്രശ്നം അപ്പം എന്നെ വെട്ടാറായിട്ടില്ല, ഞാനപ്പോൾ ഇനിയും അങ്ങനല്ല അതിനർത്ഥം. 50 വയസ്സ് കഴിഞ്ഞവൻ ഖബറിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ അവനെ എണ്ണണം എന്ന് മലക്ക് വിളിച്ചു പറയും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 60 കഴിഞ്ഞവനെ 60 വയസ്സ് കഴിഞ്ഞവനോട് മലക്ക് പറയുകയാ, നിന്റെ ഖബറ് ജീവിതവും കഴിഞ്ഞു, പരലോകത്ത് നിൽക്കുക വിചാരണയ്ക്ക്. അള്ളാഹുവിൻ്റെ മുന്നിൽ വിചാരണയ്ക്ക് വേണ്ടി മഹ്ശറയിൽ നിൽക്കുക, അള്ളാടെ കോടെ നിൽക്കുക. അപ്പൊ ഖബറിലെ ജീവിതം എത്ര കൊല്ലവാ? അള്ളാഹു ആയാലും ഇപ്പൊ തന്നെ എത്രയോ കൊല്ലം കൊണ്ട് കിടക്കുന്നുണ്ട്, എത്രയോ പേര്. ഇനി എത്ര കൊല്ലം കിടക്കണം? അള്ളാഹു ആയാലും. അള്ളാഹു ഖബർ ജീവിതം നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഖബറും കഴിഞ്ഞിട്ട് പരലോകത്ത് നിൽക്കുന്നവരുടെ കൂട്ടത്തില്ല 60 70 70 കഴിഞ്ഞാൽ പിന്നെ കോടതി തള്ളി വാദ വെച്ച് വാദ എന്താ പറയാ? അപ്പൊ കോടതി തള്ളുന്നതിന് എന്താ പറയാ? കേസ് ഷാജിക്ക കോടതി ഇങ്ങനെ തള്ളത്തില്ലേ, അതെന്താ പറയാ? കേസുകൾ ഇങ്ങനെ നീട്ടി വെക്കുന്നതിന് എന്താ പറയത്തില്ലേ? വാദ എന്താ പറയത്തില്ലേ? അങ്ങനെ നീട്ടി വെക്കുക. അവസാനം ഒരു ദിവസം പറഞ്ഞു, തീരുമാനമായി, വിധിക്കാൻ പോവാ എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ മുന്നിൽ വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നീ സ്വർഗത്തിൽ പൊക്കോ അല്ലെങ്കിൽ നരകത്തിൽ പൊക്കോ എന്ന് വിധിക്കാൻ അള്ളാഹു പിടിച്ചു നിർത്തിയിരിക്കുന്നവരുടെ കൂട്ടത്തില 70 കഴിഞ്ഞവൻ അവനെ കൂട്ടേണ്ടത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പറഞ്ഞതിനർത്ഥം തീരാൻ പോവാ. ഖബറിൽ കിടക്കുന്നവൻ ഇബാദത്ത് ചെയ്യാൻ സമയമുണ്ടോ? ഇല്ല. ഖബറിൽ കിടക്കുന്ന ഒരാൾക്ക് നിസ്കരിക്കണമെന്ന് വിചാരിച്ച് നിസ്കരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് പറഞ്ഞത് 50 കഴിഞ്ഞവൻ തീരാറായി, വേണ്ടതൊക്കെ പെട്ടെന്ന് ചെയ്ത് ഒരുങ്ങിക്കോ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ പാപങ്ങൾ ചെയ്താൽ അള്ളാഹുവിനോട് പറ, പശ്ചാത്തപിക്ക് റബ്ബിനോട് അള്ളാഹിൻ്റെ മുന്നിൽ പറഞ്ഞ് നന്നാക്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പം നമ്മുടെ ജീവിതത്തിൽ വേണ്ട രണ്ടാമത്തെ കാര്യം, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അദാബുകളെ നിങ്ങൾ ഭയക്കണം, അതുപോലെ അള്ളാഹു പുറത്തു തരുന്നവനാണെന്നുള്ള ബോധവും നിനക്കുണ്ടാകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിൻ്റെ ഖുർആൻ അവിടെ എന്ന് പറയുന്നു, വല്ലദീ അത്അമഹും വല്ലദീ അത്മഅ അയ്യഗ്ഫിറ. പ്രതിഫലത്തിന്റെ നാളിൽ ഏതൊരു തെറ്റും അല്ലാഹു, അന്നത്തെ ദിവസമല്ല എന്നിവിടെ വെച്ച് അതാ പറഞ്ഞത്, ജീവിതത്തിൽ ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ ഇന്ന് പശ്ചാത്തപിച്ച രക്ഷപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സഹാബിയുടെ ചരിത്രം പറയുന്നുണ്ട്. ഒരു സഹാബി വ്യഭിചരിച്ചു, അടയാളങ്ങളൊന്നുമില്ല, തെളിവുകളൊന്നുമില്ല. പക്ഷെ മായിസ് റളിയല്ലാഹു തആല അൻഹു നേരെ പ്രവാചകന്റെ മുന്നിൽ വന്നു, നബിയെ എന്നെ ശുദ്ധീകരിക്കണം, ഞാൻ വ്യഭിചരിച്ചു. പ്രവാചകൻ പറഞ്ഞു, പോ എന്ന് പറഞ്ഞു, ഓടിക്കുക, പൊക്കോളാൻ. കാരണം എന്തേ? വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്ന ഇസ്ലാമിൻ്റെ നിയമം.
അതുകൊണ്ട് പറഞ്ഞു നീ പോ ആയിഷ പോ എന്ന് പറഞ്ഞ് ഓടിച്ചു. എന്തിനെ? പോയി പശ്ചാത്തപിക്കട്ടെ, പോട്ടെ. ഈ സഹാബി പോയി, ഉറക്കം വരുന്നില്ല. രണ്ടാമതും വന്നു, നബിയെ ഞാൻ വ്യഭിചരിച്ചു നബിയെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പിന്നെ ഓടിക്കുക, പോ, ഇതോടന്ന് വിളിച്ചു വീണു, പോ എന്താന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഓടിച്ചു. സഹാബി മൂന്നാമതും വന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് മൂന്നാമതും പറഞ്ഞപ്പോൾ പ്രവാചകൻ ചോദിച്ചു, കള്ള് കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ. സഹാബ ബോധമില്ലാതെ വിളിച്ചു പറയുക, കള്ള് കുടിച്ചു. ഇപ്പോൾ പറഞ്ഞു, ഇല്ല നബിയെ, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാ, ഞാൻ വ്യഭിചരിച്ചു നബിയെ, എനിക്കറിയാം വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം, എനിക്കറിയാം നബിയെ. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഏറ്റുപറയാനുള്ള കാരണം എന്തെന്നറിയോ? ഇന്നിവിടെ വെച്ച് ഞാൻ ഈ ശിക്ഷ ഏറ്റുവാങ്ങിയാൽ ഒരു തെറ്റിൻ്റെ പേരിൽ 2 പ്രാവശ്യം അള്ളാഹു ശിക്ഷിക്കില്ല എന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി. ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ 2 വട്ടം ശിക്ഷയില്ല, ഒറ്റ വട്ടമേ ഉള്ളൂ. അതുകൊണ്ട് അള്ളാഹു നീതിമാന, ഇതെനിക്ക് സഹിക്കാൻ പറ്റും, അള്ളാഹുടെ നരകം എന്നെ കൊണ്ട് പറ്റൂല, അതുകൊണ്ട് എറിഞ്ഞു കൊല്ലാന്. ആ സഹാബി എറിഞ്ഞു കൊല്ലുകയാണ്. പക്ഷെ ഈ സഹാബിയുടെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് അത് ആരാണെന്ന് ആരും ചോദിച്ചില്ല. ആ പെണ്ണ് ആരാണെന്ന് ചോദിച്ചില്ല. പക്ഷെ ആ പെണ്ണറിഞ്ഞു മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇങ്ങനെ എറിഞ്ഞു കൊന്നു എന്നറിഞ്ഞപ്പോൾ സമാധാനമില്ല. നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, രണ്ടാമത്തെ പ്രതി ഞാനാണ് നബിയെ, രണ്ടാമത്തെ പ്രതി ഞാനാ. ഈ വയറ്റിൽ കിടക്കണ കുഞ്ഞിൻ്റെ വാപ്പ മായിസ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ ഗർഭിണിയല്ലേ, നീ പ്രസവിച്ചിട്ട് വരാൻ പറഞ്ഞു. ഈ പെണ്ണ് വീട്ടിൽ പോയി. 9.5 മാസം കഴിഞ്ഞു, പ്രസവിച്ചു. സത്യത്തിൽ എന്തിനാ പ്രവാചകൻ പറഞ്ഞു വിട്ടത്? കാത്തിരുന്ന കുഞ്ഞിനെ കാണുമ്പോൾ ഒന്ന് ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ആ കുഞ്ഞിൻ്റെ മുഖം നോക്കിയിട്ട് പറഞ്ഞു, നീ പാല് കൊടുക്ക്. പാല് കൊടുക്കണമല്ലോ കുഞ്ഞിന്. അതുകൊണ്ട് കുഞ്ഞു വല്ലതും കഴിക്കുന്ന പ്രായം വരെ ആകണം, എന്തെങ്കിലും പാല് കുടിക്ക്. അപ്പോഴും പ്രവാചകൻ ചിന്തിച്ചെന്തേ, ഈ ചോരക്കുഞ്ഞിനെ സ്നേഹിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും, അപ്പോൾ വരാതിരിക്കുമെന്ന് കരുതിയിട്ടാണ് പറഞ്ഞു വിട്ടെ. എന്നാൽ ആ പെണ്ണ് ആ കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇലാ ഹദറത്ത് റസൂലില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ എൻ്റെ മോൻ ഭക്ഷണം കഴിക്കുന്ന നബിയെ കാണിച്ചു കൊടുത്തു. മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് എൻ്റെ മകൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്കുള്ള ശിക്ഷത. എന്തുകൊണ്ടാ? അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹുവിൻ്റെ അദാബുകൾ, അള്ളാഹുവിൻ്റെ ശിക്ഷകൾ നേരിടാനുള്ള കഴിവില്ലാത്തത് കൊണ്ട്. ഇവിടെ ആണെങ്കിൽ മരണം കൊണ്ട് തീരുമല്ലോ എന്ന് കരുതിയിട്ട. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്യാത്ത ആരുമില്ല. പക്ഷേ ചെയ്ത പാപം ഒറ്റയ്ക്ക് അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞിട്ട് നന്നായിക്കോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.